ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ. 2 ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ, 1/2 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ, 1 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് വണ്ടൂരിൽ ഉന്നതതല യോഗം ചേർന്നു. 2 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വര രോഗം സ്ഥിരീകരിക്കുകയും അതിൽ യുവതി മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം നടന്നത്. AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. വളരെ ഗൗരവമുള്ള രോഗങ്ങളാണ് എന്നുള്ളത് നമ്മൾ അതിനെ സാധാരണ പനിയെ പോലും സാധാരണ രോഗങ്ങളെ പോലും കാണേണ്ട ഒന്നല്ല. അപ്പോൾ അതിനകത്ത് ഏതെല്ലാം രീതിയിൽ നമുക്ക് മുൻകരുതൽ എടുക്കാൻ കഴിയും, ഏതെല്ലാം രീതിയിൽ നമുക്കതിനെ നേരിടാൻ കഴിയും എന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഞ്ചായത്തുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള മുൻകരുതലുകളും പ്രതിരോധങ്ങളും തീർക്കാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ഇന്നത്തെ മറ്റ് ചില പനികളും കൂടിയുള്ള നമുക്കറിയാം. മുമ്പ് ഏത് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ മീറ്റിംഗ് പോലെ എടുത്തതാണ്. പക്ഷെ അന്ന് ഈ 2 പനികൾ ഇത്ര ഇതുണ്ടായിരുന്നു. ഇത് ഫസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം എലിപ്പനി ഉണ്ടെങ്കിൽ നമ്പർ കുറവായിരുന്നു. ഇപ്പം എനിക്ക് നമ്പർ എത്രയുണ്ട് എന്നുള്ളത് മെഡിക്കൽ ഓഫീസറിനെ കുറിച്ച് പറയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടത് എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു അവബോധം നൽകണം. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് നന്നായിട്ട് അക്കാര്യങ്ങളിൽ പ്രവർത്തിക്കണം. പരമാവധി ഒരു രോഗിയെ പോലും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഒരു ജീവനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷം. രോഗം കൂടുതൽ പേരെ ബാധിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയാണ് MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കിണറും കുളവും ശുചീകരിക്കുകയും വീടുകളിലെ കിണറുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുകയുമാണെങ്കിൽ അമീബയുടെ സാന്നിധ്യം ഇല്ലാതാക്കാനാവുമെന്ന് DMO R രേണുക പറഞ്ഞു. കൃത്യമായിട്ടൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ജലസ്രോതസ്സുകളിലാണ് അമീബ ഉള്ളത്. അത് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം ശക്തമായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ പല കുളങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഴയ കാലത്തുള്ളതുപോലെ കൃത്യമായി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ബയോമാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുകയും അത് അമീബ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ പൊതു കുളങ്ങളും മറ്റെല്ലാം നമുക്ക് ശുചീകരിക്കുകയും അതേപോലെ തന്നെ വീടുകളിലെ കിണറുകൾ കൃത്യമായിട്ട് ഇടപെട്ട് ഉള്ള സമയങ്ങളിൽ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അമീബയുടെ ഇത് നമുക്ക് സാന്നിധ്യം ഒഴിവാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജലസ്രോതസ്സുകൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂടുതൽ മുങ്ങിക്കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂക്കിൽ വെള്ളം കയറാനും ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ തലച്ചോറിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം ലാസ്റ്റ് 2 ദിവസം നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് ഇതിനെതിരെ സൂപ്പർ ക്ലോറിനേഷൻ പ്രോഗ്രാം ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനു വേണ്ടിയുള്ള പരിശോധന സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിലുണ്ട്. അതേപോലെ ചികിത്സാ സംവിധാനം മലപ്പുറം ജില്ലയിലും ഉണ്ട്. നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുള്ള സംവിധാനം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പനിയും അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയും അതിനുള്ള പരിശോധന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ജലസ്രോതസ്സുകളും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പൊതുജനങ്ങളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചികിത്സാ സംവിധാനങ്ങൾ നമുക്കുണ്ട്. വണ്ടൂർ താലൂക്ക് ആശുപത്രി ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലി, പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് N മുഹമ്മദ് ബഷീർ, വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P സിദ്ദീഖ്, തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സജ്ന, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ V ശിവശങ്കരൻ, DMO R രേണുക, DSO ഡോക്ടർ സുബിൻ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഉമർ പള്ളിയാളി, ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് അബ്രക്കാട്ട്, PRO അബ്ദുൾ മജീദ്, തിരുവാലി ഹെൽത്ത് ബ്ലോക്കിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ A ദീപകുമാർ തുടങ്ങി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണ വിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.